യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 18. ഈ വാക്കുകൾ പറഞ്ഞ ശേഷം യേശു ശിഷ്യരുമായി കിദ്രോനിലെ മലയിലേക്ക് കടന്നു. അവിടെയുള്ള ഒരു തോട്ടത്തിൽ ശിഷ്യരുമായി പ്രവേശിച്ചു. യേശു ശിഷ്യരുമായി പലവട്ടം അവിടെ കൂടിയിട്ടുള്ളതിനാൽ അദ്ദേഹത്തെ ഒറ്റിക്കൊടുക്കാൻ പോകുന്ന യൂദയ്ക്കും ആ സ്ഥലം അറിയാമായിരുന്നു. യൂദ തനിക്ക് ലഭിച്ച റോമൻ പട്ടാളക്കാരുടെ കൂട്ടത്തോടും മഹാപുരോഹിതൻ്റെയും പരീശന്മാരുടെയും സേവകരോടൊപ്പം വിളക്കുകളും പന്തങ്ങളും ആയുധങ്ങളുമായി അവിടെ എത്തി. തനിക്ക് സംഭവിക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും അറിയാവുന്ന യേശു മുന്നോട്ട് ചെന്ന് അവരോട്, നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത് എന്ന് ചോദിച്ചു. നസ്രായനായ യേശുവിനെ എന്നവർ മറുപടി പറഞ്ഞു. യേശു അവരോട്, അത് ഞാനാകുന്നു എന്ന് പറഞ്ഞു. തന്നെ ഒറ്റിക്കൊടുക്കുന്ന യൂദായും അവരോടൊപ്പം നിൽക്കുന്നുണ്ടായിരുന്നു. അത് ഞാനാവുന്നു എന്ന് യേശു പറഞ്ഞപ്പോൾ അവർ പിന്നോക്കം പോയി നിലത്ത് വീണു. അതിനാൽ യേശു അവരോട് വീണ്ടും, നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത് എന്ന് ചോദിച്ചു. നസ്രായനായ യേശുവിനെ എന്നവർ പറഞ്ഞു. യേശു അവരോട്, അത് ഞാനാണെന്ന് നിങ്ങളോട് പറഞ്ഞല്ലോ. നിങ്ങൾ എന്നെയാണ് അന്വേഷിക്കുന്നതെങ്കിൽ ഇവർ അവരുടെ വഴിക്ക് പോകട്ടെ എന്ന് പറഞ്ഞു. അങ്ങ് എനിക്ക് നൽകിയ ഒരാൾ പോലും എനിക്ക് നഷ്ടപ്പെട്ടില്ല എന്ന് അവിടുന്ന് പറഞ്ഞ വാക്ക് നിറവേറി. അപ്പോൾ ശീമോൻ പത്രോസ് തൻ്റെ കൈവശമുണ്ടായിരുന്ന വാൾ ഊരിയെടുത്ത് മഹാപുരോഹിതൻ്റെ ദാസനെ വെട്ടി അയാളുടെ വലത്തെ ചെവി വിച്ഛേദിച്ചു. ആ ദാസൻ്റെ പേര് മൽക്കോസ് എന്നായിരുന്നു. അപ്പോൾ യേശു പത്രോസിനോട്, വാൾ ഉറയിലിടുക. പിതാവ് എനിക്ക് നൽകിയ പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ പട്ടാളവും സഹസ്രാധിപനും യഹൂദന്മാരുടെ സേവകരും യേശുവിനെ പിടികൂടി ബന്ധനസ്ഥനാക്കി ആദ്യം അന്നാസിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അദ്ദേഹം ആ വർഷത്തെ മഹാപുരോഹിതനായ കയ്യാഫാവിൻ്റെ ഭാര്യാപിതാവായിരുന്നു. ജനത്തിനു വേണ്ടി ഒരാൾ കൊല്ലപ്പെടുന്നത് ഉചിതമാണ് എന്ന് യഹൂദന്മാരെ ഉപദേശിച്ചത് കയ്യാഫാവായിരുന്നു. ശീമോൻ പത്രോസും മറ്റൊരു ശിഷ്യനും യേശുവിനെ അനുധാവനം ചെയ്യുന്നുണ്ടായിരുന്നു. മഹാപുരോഹിതന് പരിചയമുള്ളതിനാൽ ആ ശിഷ്യൻ യേശുവിനോടൊപ്പം മഹാപുരോഹിതൻ്റെ വസതി മുറ്റത്തേക്ക് പ്രവേശിച്ചു. എന്നാൽ പത്രോസ് വാതിലിന് പുറത്തു നിൽക്കുകയായിരുന്നു. അതിനാൽ മഹാപുരോഹിതന് പരിചയമുള്ള മറ്റേ ശിഷ്യൻ പുറത്തു ചെന്ന് വാതിൽ കാവൽക്കാരിയോട് സംസാരിച്ച് പത്രോസിനകത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ വാതിൽ കാവൽക്കാരിയായ ദാസി പത്രോസിനോട്, നിങ്ങളും ഈ മനുഷ്യൻ്റെ ശിഷ്യരിൽ ഒരാളാണോ അല്ലല്ലോ എന്ന് ചോദിച്ചു. ഞാനല്ല എന്ന് പത്രോസ് പറഞ്ഞു. നല്ല തണുപ്പായിരുന്നതിനാൽ അവിടെ നിന്നിരുന്ന സേവകരും ദാസന്മാരും തീ കായുന്നതിന് വേണ്ടി കനൽ കൊണ്ട് തീ കൂട്ടിയിരുന്നു. പത്രോസും അവരോടൊപ്പം തീ കാഞ്ഞ് നിന്നു. മഹാപുരോഹിതൻ യേശുവിനോട് തൻ്റെ ശിഷ്യരെയും ഉപദേശങ്ങളെയും കുറിച്ച് ചോദിച്ചു. യേശു മറുപടിയായി, ഞാൻ ലോകത്തോട് പരസ്യമായിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. യഹൂദരെല്ലാം സമ്മേളിക്കുന്ന സിനഗോഗുകളിലും ദേവാലയത്തിലുമാണ് ഞാൻ എപ്പോഴും പഠിപ്പിച്ചിട്ടുള്ളത്. രഹസ്യമായി ഞാനൊന്നും പറഞ്ഞിട്ടില്ല. എന്തിന് എന്നെ ചോദ്യം ചെയ്യുന്നു? ഞാൻ സംസാരിച്ചിട്ടുള്ളത് കേട്ടിട്ടുള്ളവരോട് ചോദിക്കുക. ഞാൻ എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് അവർക്കറിയാം എന്ന് പറഞ്ഞു. യേശു ഇത് പറഞ്ഞപ്പോൾ അടുത്തുനിന്ന സേവകരിൽ ഒരാൾ യേശുവിനെ അടിച്ചു. മഹാപുരോഹിതനോട്, ഇങ്ങനെയാണോ മറുപടി പറയുന്നത് എന്ന് ചോദിച്ചു. യേശു അയാളോട്, ഞാൻ തെറ്റായി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് ചൂണ്ടിക്കാണിക്കുക. ശരിയാണെങ്കിൽ എന്നെ അടിച്ചത് എന്തിന് എന്ന് മറുപടി പറഞ്ഞു. അങ്ങനെ അന്നാസ് യേശുവിനെ ബന്ധനസ്ഥനാക്കി മഹാപുരോഹിതനായ കയ്യാഫാവിൻ്റെ അടുത്തേക്ക് അയച്ചു. അപ്പോൾ ശിമോൻ പത്രോസ് തീ കാഞ്ഞ് നിൽക്കുകയായിരുന്നു. അവർ പത്രോസിനോട്, താനും അയാളുടെ ശിഷ്യരിൽ ഒരാളാണോ അല്ലല്ലോ എന്ന് ചോദിച്ചു. പത്രോസ് അത് നിഷേധിച്ചു. ഞാനല്ല എന്ന് തള്ളിപ്പറഞ്ഞു. മഹാപുരോഹിതൻ്റെ ദാസന്മാരിൽ പത്രോസ് കാതറുത്തവൻ്റെ ബന്ധുവായ ഒരാൾ, ഞാൻ നിന്നെ അയാളോട് കൂടെ തോട്ടത്തിൽ കണ്ടല്ലോ എന്ന് പറഞ്ഞു. പത്രോസ് വീണ്ടും തള്ളിപ്പറഞ്ഞു. ഉടനെ ഒരു കോഴി കൂവി. അപ്പോൾ അവർ യേശുവിനെ കയ്യാഫാവിൻ്റെ അടുത്തു നിന്നും പ്രൈത്തോറിയത്തിലേക്ക് കൊണ്ടുപോയി. നേരം പുലരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പെസഹ ഭക്ഷിക്കേണ്ടതിനാൽ തങ്ങളെ തന്നെ അശുദ്ധരാക്കാതിരിക്കാൻ അവർ പ്രൈത്തോറിയത്തിൽ പ്രവേശിച്ചില്ല. അതിനാൽ പീലാത്തോസ് പുറത്ത് അവരുടെ അടുത്തേക്ക് ചെന്നു. ഈ മനുഷ്യന് നേരെ എന്ത് കുറ്റമാണ് നിങ്ങൾ ചുമത്തുന്നത് എന്ന് ചോദിച്ചു. ഈ മനുഷ്യൻ ഒരു ദുഷ്പ്രവർത്തിക്കാരൻ അല്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ അയാളെ താങ്കളുടെ കയ്യിൽ ഏൽപ്പിക്കില്ലായിരുന്നു എന്ന് അദ്ദേഹത്തോട് അവർ മറുപടി പറഞ്ഞു. അപ്പോൾ പീലാത്തോസ് അവരോട്, നിങ്ങൾ തന്നെ അയാളെ കൊണ്ടുപോയി നിങ്ങളുടെ പ്രമാണം അനുസരിച്ച് ശിക്ഷ വിധിക്കുക എന്ന് പറഞ്ഞു. യഹൂദന്മാർ അദ്ദേഹത്തോട്, ആരെയും മരണത്തിന് വിധിക്കാൻ ഞങ്ങൾക്ക് അനുവാദമില്ലല്ലോ എന്ന് പറഞ്ഞു. താൻ ഏത് രീതിയിലുള്ള മരണത്തിന്
വിധേയനാകുമെന്ന് യേശു പറഞ്ഞ വാക്ക് നിറവേറേണ്ടതിന് തന്നെ. അതിനാൽ പീലാത്തോസ് വീണ്ടും പ്രൈത്തോറിയത്തിൽ പ്രവേശിച്ച് യേശുവിനെ വിളിപ്പിച്ചു. എന്നിട്ട്, താങ്കൾ യഹൂദന്മാരുടെ രാജാവാണോ എന്ന് ചോദിച്ചു. മറുപടിയായി യേശു, ഇത് താങ്കൾ സ്വമേധ ചോദിക്കുന്നതാണോ, അതോ മറ്റുള്ളവർ എന്നെക്കുറിച്ച് താങ്കളോട് പറഞ്ഞതാണോ എന്ന് ചോദിച്ചു. അതിന് പീലാത്തോസ്, ഞാനൊരു യഹൂദനാണോ? താങ്കളുടെ സ്വന്തം ജനതയും മുഖ്യ പുരോഹിതന്മാരുമാണ് താങ്കളെ എൻ്റെ അടുത്ത് ഏൽപ്പിച്ചിരിക്കുന്നത്. താങ്കൾ എന്താണ് ചെയ്തത് എന്ന് പറഞ്ഞു. യേശു മറുപടിയായി പറഞ്ഞത്, എൻ്റെ രാജ്യം ഐഹികമല്ല, ഈ ലോകത്തിൻ്റേതായിരുന്നു എൻ്റെ രാജ്യമെങ്കിൽ ഞാൻ യഹൂദന്മാരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാത്ത വണ്ണം എൻ്റെ സേവകന്മാർ പോരാടുമായിരുന്നു. എൻ്റെ രാജ്യം ഈ ലോകത്തിൽ നിന്നുള്ളതല്ല. അതിന് പീലാത്തോസ് യേശുവിനോട്, അപ്പോൾ താങ്കൾ ഒരു രാജാവ് തന്നെയാണല്ലേ എന്ന് ചോദിച്ചതിന് മറുപടിയായി യേശു, ഞാനൊരു രാജാവാണെന്ന് താങ്കളാണ് പറയുന്നത്. സത്യത്തെ സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ ജനിച്ചതും ഈ ലോകത്തിലേക്ക് വന്നതും. സത്യത്തിൽ നിന്നുള്ളവരെല്ലാം എൻ്റെ ശബ്ദം കേൾക്കുന്നു എന്ന് പറഞ്ഞു. പീലാത്തോസ് യേശുവിനോട്, എന്താണ് സത്യം എന്ന് ചോദിച്ചു. ഇത് പറഞ്ഞ ശേഷം ഒരിക്കൽ കൂടെ അദ്ദേഹം പുറത്തുപോയി യഹൂദന്മാരോട്, ഞാൻ അദ്ദേഹത്തിൽ കുറ്റമൊന്നും കാണുന്നില്ല. പെസഹയിൽ നിങ്ങൾക്ക് വേണ്ടി ആരെയെങ്കിലും മോചിപ്പിക്കുന്ന പതിവുണ്ടല്ലോ. യഹൂദന്മാരുടെ രാജാവിനെ വിട്ടയക്കുന്നതിൽ നിങ്ങൾക്ക് താല്പര്യമാണോ എന്ന് ചോദിച്ചു. ഇയാളെ വേണ്ട, ബറാബാസിനെ മതി എന്നവർ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ബറാബാസ് ഒരു കൊള്ളക്കാരനായിരുന്നു.